ഇത് UDF വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ആവേശത്തിലാണ്. തൻ്റെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ വാക്കുകളൊക്കെയാണ് പുള്ളി ഇടുന്നതും. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. രേഷ്മയ്ക്ക് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണ്ടിട്ട്? രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യത ഏറെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറിയൊരു വിഷമം പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ്. ആളെ പിന്തുണച്ചിരുന്ന ഒരുപാട് പേർ സജീവമായി, കോൺഗ്രസ്സുകാർ തന്നെ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് കളത്തിലിറങ്ങിയിട്ടുണ്ട്. മുമ്പ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദങ്ങളും കേസുകളും അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഒരു ലൈക്ക് അടിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുക്കാനോ നിൽക്കാനോ കോൺഗ്രസ്സുകാർ തയ്യാറായില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സ്ത്രീ പീഡകനൊപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അത് കോൺഗ്രസിനെതിരെ കേരളം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അധികാരത്തിലേറിയപ്പോൾ, UDF അധികാരം ലഭിച്ചപ്പോൾ ഇനി ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളെ നിരന്തരമായി കാണുന്ന സമയമാണിത്. നമ്മളറിയാതെ ഒരുപാട് നേതാക്കളുമായി രാഹുൽ സന്ദർശനം നടത്തുന്നുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്, തിരിച്ചു വരാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നുള്ളത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിട്ടുള്ളത്. അത് പക്ഷേ ഒരു ദീർഘനാളത്തേക്ക് അത് മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ഫലപ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും അധികം റീച്ച് കിട്ടിയ പോസ്റ്റുകൾ കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്നുണ്ട്. കോൺഗ്രസ്സുകാരൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കോൺഗ്രസ് പക്ഷത്ത് നിന്നുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ 5 പേരിലുണ്ടാവും. ഏറ്റവും റീച്ച് കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇടപെടുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്, കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും. അപ്പൊ അത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഇടുന്ന പോസ്റ്റുകളൊക്കെ നോക്കുക. കോൺഗ്രസ് പ്രതിസന്ധിയിലാകുന്ന സമയത്ത് കോൺഗ്രസിനെതിരെ മാധ്യമങ്ങളും CPM സൈബർ വിഭാഗവും ഒക്കെ എന്തെങ്കിലും ഒരു കഥയുമായിട്ട് വരുന്ന സമയത്ത്, ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫിന്റെ അളിയനെ നിയമനം നൽകിയെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത്, അത് എന്താ കുടുംബാധിപത്യമാണെന്ന്, എന്താ ബന്ധു നിയമനമാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ പറയുന്ന ആളുകളുടെ കോൺഗ്രസ് പാരമ്പര്യം, അവർക്ക് എത്രത്തോളം കാലത്തെ കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യം ഉണ്ട് എന്ന് ലോകത്തെ അറിയിച്ചത് രാഹുലാണ്. അത് കൃത്യമായ കൗണ്ടറാണ് രാഹുൽ നടത്തിയത്. അതുപോലെ തന്നെ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന സമയത്ത് കപ്പെടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് രാഹുൽ തിരിച്ച് പണി കൊടുത്തു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് വേട്ടയാടിയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ, അല്ലെങ്കിൽ പോലീസ് നടപടിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നാണം കെടുത്താൻ ശ്രമങ്ങൾ നടന്ന അതേപോലെ പിണറായി വിജയന്റെ വീട്ടിൽ ED കയറി നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പിണറായി വിജയനും വീണ വിജയനും വന്നു. ഇതുവരെ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം ഈ സമൂഹത്തോട് പറയാൻ വീണ വിജയൻ തയ്യാറായിട്ടില്ല. അന്ന് ആ സമയത്ത് പിണറായി വിജയന്റെ സംരക്ഷകർ എന്ന പേരിൽ എത്തിയ CPMന്റെ ആളുകൾ അവിടെ ED ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ കേസുകളിൽപ്പെട്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അപ്പൊ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സന്തോഷിപ്പിക്കാൻ, തന്നെ വേട്ടയാടിയവരൊക്കെ പോകുന്നു, തനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവരൊക്കെ ഇപ്പൊ തീഹാർ ജയിലിലേക്ക് പോവുകയാണ്, തനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങിയവരൊക്കെ ഇതേ ED വന്ന് തൂക്കുകയാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വന്ന് തൂക്കിയെടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ രാഹുലിന് നൽകുന്ന ഒരു മാനസികോല്ലാസമുണ്ട്. കൃത്യമായി പറഞ്ഞത് ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, മാനസികോല്ലാസമുണ്ട്. അപ്പൊ രാഹുൽ അതിലിങ്ങനെ അഭിരമിച്ച് തന്റെ പക ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കരുതുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. രാഹുൽ റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പല നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിൽ ബന്ധപ്പെടുന്നുണ്ട്. തിരിച്ചു വരാനുള്ള വഴികൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു ചോദ്യം. അതായത് ഇപ്പം UDF ആണല്ലോ, UDF സർക്കാർ ആയതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരിക എന്ന് പറയുന്നത്, അതോ ഒരുപാട് കടമ്പകൾ കാണോ? നമുക്കറിയാം ഈ സൈബർ ഇടങ്ങളിലൊക്കെ ഭയങ്കര രീതിയിൽ അറ്റാക്ക് ചെയ്ത ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതായത് CPMന്റെ ഭാഗത്ത്, അതെ, BJP ഉൾപ്പെടെ കടന്നാക്രമിച്ചതിന് കൈയും കണക്കുമില്ല. അപ്പം അത്രയും അദ്ദേഹത്തിനെതിരെ ഈ ഒരു രംഗത്ത് ഈ പ്രതിപക്ഷ പാർട്ടികൾ വന്നിരുന്നു. അപ്പം ആ ഒരു അതായത് അന്ന് അവർ കൊണ്ടുവന്ന് ചാർത്തിയ ചില കാര്യങ്ങൾ മാറ്റിയെടുത്ത് ഇനി മുന്നോട്ട് വരണമെങ്കിൽ, ഇപ്പോൾ UDF സർക്കാർ ആണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് കടമ്പകൾ കാണും, അതോ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കും? എളുപ്പത്തിൽ വരാൻ സാധിക്കില്ല, എളുപ്പമല്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എന്തിന്റെ പേരിലാണോ രാഹുൽ വേട്ടയാടപ്പെട്ടത്, ആ കാര്യങ്ങളിൽ നിയമപരമായ രക്ഷ, അതാണ് രാഹുൽ പ്രാഥമികമായി മുൻഗണന കൊടുക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടായി. അത് പരാതിക്കാർ, ഈ അതിജീവിതമാർ എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ വ്യാജ പരാതി കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
ആ പരാതി വന്നതിന് ശേഷം രാഹുലിന്റെ ക്യാരക്ടർ അസാസിനേഷന് വേണ്ടി, രാഹുലിന്റെ രാജിക്ക് വേണ്ടി, രാഹുലിനെ വീട്ടിലിരുത്താൻ വേണ്ടി, രാഹുലിനെ പൊതുജനമധ്യത്തിൽ അപമാനിക്കാൻ വേണ്ടി, രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലിടാൻ വേണ്ടി, രാഹുലിനെതിരെ വാർത്തകൾ, വ്യാജ വാർത്തകൾ ഉൾപ്പെടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി മാധ്യമ പ്രവർത്തകരും പോലീസിലെ ചിലരും, ചില CPM നേതാക്കളും കോൺഗ്രസിനുള്ളിൽ തന്നെ ചില പ്രബലരും ചേർന്നൊരു വലിയ ഗൂഢാലോചന നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു എന്ന് രാഹുൽ തന്നെ ചില അടുപ്പക്കാരോട് പറഞ്ഞതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഗൂഢാലോചന പൊളിക്കുക അല്ലെങ്കിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് രാഹുലിന്റെ മനസ്സിലുള്ള ഒരു ടാസ്ക്കാണ്. അതിപ്പോ തന്നെ നടക്കും ഞാൻ പറയില്ല. പക്ഷേ ഈ കേസുകളിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിന് ആശ്വാസമാകുന്ന കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായാൽ, ഒരു പക്ഷേ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് അടക്കമുള്ള, അപ്പോൾ ഒരു കേസിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ വാദത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ രാഹുലിന് ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് രക്ഷ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഞാൻ ഉണ്ടാകുമെന്നല്ല പറയുന്നത്, ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ കേസിൽ ദുർബലമായ തെളിവുകളാണ് അല്ലെങ്കിൽ രാഹുലിനെതിരെ തെളിവില്ല എന്ന നിലയിൽ കോടതി ഇതിനേതെങ്കിലും തരത്തിൽ ഈ കേസ് തള്ളിക്കളയാന്ന് വെച്ചാൽ ഇത് കഴമ്പില്ലാത്ത ആരോപണമാണ് എന്ന് വിധിച്ചാൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രാഹുലിന് എളുപ്പമാകും കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ രാഹുലിന് തനിക്കെതിരെ ഒരു വലിയ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ ആനുകൂല്യത്തിന്മേൽ അന്വേഷണത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ, രാഹുൽ പറഞ്ഞതൊക്കെ ശരിയാണ് എങ്കിൽ, നമ്മൾ പല ആളുകളും അകത്തു പോകുന്നത് കാണേണ്ടി വരും. കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം നല്ലൊരു ആഭ്യന്തരമന്ത്രിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തെ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ അദ്ദേഹം പോയി കാണുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടികളൊക്കെ വിമർശിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നൽകിയ ഉറപ്പുകളിൽ നിന്നുള്ള ലംഘനമാണ്. NDA കൺവീനറിന്റെ കാണേണ്ട എന്ത് കാര്യമാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കുള്ളത്? അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ചെന്നിത്തല എല്ലാ കാലത്തും പണ്ട് ആഭ്യന്തരമന്ത്രി ആയ സമയത്തും ഇപ്പോഴും ഒക്കെ മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരാളെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരുപക്ഷെ ഈ പറയുന്ന UDF പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് മാറ്റി നിർത്തിയവർ തന്നെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ? കാരണം രാഹുലിനെ മുഖ്യമന്ത്രി പ്രവർത്തകര് മാറ്റി നിർത്തി എന്നുള്ളത് തന്നെ, അത് ഞാൻ തിരുത്തുകയാണ്. മാറ്റി നിർത്തിയവർ തന്നെ എന്ന് പറയുന്നത് അത് മനസ്സുകൊണ്ട് മാറ്റി നിർത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗതികേട് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് സമയമായി. ആ സമയത്ത് രാഹുലിന് ഐക്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ വിഷയവും രാഹുലിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടത്. പണ്ട് സോളാർ കേസിൽ കളിച്ച അതേ നാറിയ കളി CPM ഇവിടെ കളിച്ചു നോക്കിയാണ്. പക്ഷെ ചീറ്റിപ്പോയി. ജനങ്ങൾ പ്രബുദ്ധരായതുകൊണ്ടും കോൺഗ്രസ്സുകാർക്ക് നല്ല ബോധം വന്നതുകൊണ്ടും UDF സംവിധാനത്തിന് ഇത്തവണ അധികാരം അത്ര അത്യാവശ്യമായതുകൊണ്ടും ഈ വിഷയം തന്ത്രപരമായ ഒരു കൈകാര്യം ചെയ്തു. അതിൽ അവർ വിജയിച്ചു. അല്ലായിരുന്നുവെങ്കിൽ രാഹുലിന് വേണ്ടി നേതാക്കൾ രംഗത്ത് വന്നിരുന്നുവെങ്കിൽ അത് കോൺഗ്രസിന് വലിയ കറയായി മാറിയത്. അപ്പോൾ രാഹുലിനെ മാറ്റി നിർത്തി എന്നല്ല, അത് മാറ്റി നിർത്തപ്പെട്ടു അല്ലെങ്കിൽ നിർത്താൻ നിർബന്ധിതരായി എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് പറയുന്നത് പോലെ തന്നെ അങ്ങനെ നിർബന്ധിതരായതുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇപ്പം അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു രീതിയിലേക്കാണ്. കാരണം റവന്യൂ മന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് വരുന്നു, മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ അവിടെ ഇരിക്കുന്നു, പൊതുവേദിയിൽ അപ്പൊ അത്തരം കാര്യങ്ങളും അദ്ദേഹത്തെ കുറച്ചെങ്കിലും കൊണ്ടുവരാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്താം എന്നുള്ളൊരു മനസ്താപം എന്നതാണോ ഒരു സംഭവം? അല്ല, രാഹുലിന് എവിടെയും അയിത്തമില്ലല്ലോ. ഇപ്പോൾ രാഹുൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്ലെങ്കിൽ സർക്കാരിന് അധികാരം ഏൽക്കുന്ന ചടങ്ങിൽ ഒരു കാഴ്ചക്കാരനായാണ് വന്നത്. അവിടെ നമുക്കറിയാം വന്നവർ മുഴുവൻ ആ വേദിക്കുള്ളിൽ കയറാൻ സാധിച്ചത് ഭൂരിഭാഗവും കോൺഗ്രസ് പ്രവർത്തകർക്കാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കാണ്. രാഹുൽ വന്നപ്പോൾ ഈ കോൺഗ്രസ്സുകാർ രാഹുലിനെ പൊതിയുന്നത് ശ്രദ്ധിച്ചിരുന്നു. രാഹുലിനൊപ്പം ഫോട്ടോ എടുക്കുന്നു, രാഹുലിനെ കൊണ്ടു നടക്കുന്നു, തലയിലേറ്റുന്നു, രാഹുലിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു, സെൽഫി എടുക്കുന്നു. അതായത് ഒരു കോൺഗ്രസ് കേന്ദ്രത്തിന് നടുവിൽ രാഹുൽ, ഒരു കോൺഗ്രസ്സുകാരനല്ലാതെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ നിൽക്കുകയാണ്. ഒരു കോൺഗ്രസ് മറ്റൊരു കോൺഗ്രസ് നേതാവിന് കിട്ടുന്നതിനേക്കാൾ കോൺഗ്രസ്സുകാരുടെ പിന്തുണയും കയ്യടിയും വാങ്ങിയിട്ട് അയാൾ നിൽക്കുകയാണ്. അതേസമയം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പെണ്ണുണ്ട്. ഈ പെണ്ണ് ഞാൻ എന്തോ വലിയ സംഭവമാണ്, CPMകാർക്ക് വേണ്ടി കോൺഗ്രസിനെ ഒറ്റിക്കൊടുത്ത പണിയെടുത്ത ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഈ പെണ്ണുമ്പിള്ള എന്തോ ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേനും ഇതേ കോൺഗ്രസ്സുകാർ കൂവി ഓടിച്ചു. മനസ്സിലായില്ലേ? അപ്പോ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് രാഹുലിനോട് വലിയ സ്നേഹമുണ്ട്. ഇപ്പൊ റവന്യൂ മന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് രാഹുൽ ചെന്നപ്പോൾ രമേഷ് പിഷാരടി എന്ന പാലക്കാടിന്റെ ഇപ്പോഴത്തെ MLA കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് ആനയിച്ചാണ് കൊണ്ടുവന്നത്. മന്ത്രി കൈ കൊടുക്കുന്നു, ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകരൊക്കെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു. എവിടെയും രാഹുലിന് ഒരു അയിത്തവും ഇല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത വിഷയത്തിൽ
ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നടപടിയെടുത്തത് എന്ന് വി.ഡി. സതീശൻ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം സതീശൻ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങും തൊടാതെയാണ് സതീശൻ പറയുന്നത് എങ്കിലും നോക്കട്ടെ, അല്ലെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കാം എന്ന മട്ടിൽ സതീശൻ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് അതിജീവിത പരാതി കൊടുത്തു എന്നൊക്കെ ചില വാർത്തകൾ ഞാൻ കണ്ടിരുന്നു. ഉള്ളതാണെന്ന് അറിയില്ല, ചില വാർത്തകൾ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കണ്ടിരുന്നു. പക്ഷേ അതിൽ ഇനി പരാതി കൊടുത്തിട്ടും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. കാരണം ആ കേസിൽ അന്വേഷണ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയതാണ്. അത് അട്ടിമറിക്കപ്പെട്ടതായി എവിടെയും ഇതുവരെ പരാതികളൊന്നും വന്നിട്ടില്ല. കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാൾ, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട, കോൺഗ്രസ് സംഘടനാപരമായി നടപടി സ്വീകരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ കോൺഗ്രസ് സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാം എന്നുള്ള ആരോപണം ഉയർത്താനും ഇവർക്ക് കഴിയില്ല. അപ്പൊ പരാതി കൊടുത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആളുകൾ എന്നെ സൈബർ ആക്രമണത്തിന് ഇരയാക്കുന്നു എന്ന മട്ടിലൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഇനി എത്ര പരാതി കൊടുത്താലും രാഹുലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം CPM ആ വിഷയം വിട്ടു. CPM-ന് ചില അടിമ അന്തംകമ്മികൾ എന്ന് പറയുന്ന സൈബർ അടിമകളുണ്ട്. വേറെ ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് CPM-നെ നശിപ്പിക്കുന്ന കീടങ്ങൾ. അതായത് പൊതുജനങ്ങളെ CPM-ൽ നിന്ന് അകറ്റുന്ന, CPM-നെ ഒറ്റിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ CPM-നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പോലും ഈട്ട തള്ളി പറഞ്ഞാണ്. അതായത് CPM-ന് വേണ്ടി എന്ന മട്ടിൽ CPM-നെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരെ പോലും പച്ചത്തെറി വിളിച്ച് വെറുപ്പിക്കുന്ന കുറെ നാറുകളാണ്. ഈ നാറുകളാണ് ഇപ്പോൾ എന്തു പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റ് അടിയിൽ പോയിട്ട് ഗർഭം കലക്കി, പെണ്ണുപിടിയ, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ കണ്ടു മടുത്തുന്നേ. ജനങ്ങൾ വെറുത്തു തുടങ്ങി. എന്തിനാണ് രാഹുലിനെ ഇങ്ങനെ വിളിക്കുന്നത്? ഏതെങ്കിലും കോടതി രാഹുലിനെ ശിക്ഷിച്ചിട്ടുണ്ടോ? ഇതുവരെയുള്ള കോടതി വ്യവഹാരങ്ങൾ പരിശോധിച്ചാൽ എല്ലാ കോടതികളും രാഹുലിന്റെ വാദങ്ങൾ പരിഗണിച്ചിട്ടാണുള്ളത്. ഇതിലും വലിയ കേസുകൾ ഉണ്ടായിരുന്ന പല ആളുകളും CPM-ന്റെ ഉന്നത പദവികളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നിരുന്നു. ഗണേഷ് കുമാർ LDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഇതൊക്കെ ജനങ്ങൾ ഇപ്പൊ ചോദിക്കുകയാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോ പൊടുന്നനെ കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാനൊന്നും കഴിയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തുകയാണെങ്കിൽ, അതായത് തനിക്കെതിരെ വന്ന ഈ എങ്ങനെ തനിക്കെതിരെ ഇത്രയും അലിഗേഷൻസ് വന്നു, എങ്ങനെ തനിക്കെതിരെ ഇത്രയും പരാതികൾ വന്നു, എങ്ങനെ തനിക്കെതിരെ താനിങ്ങനെ കേസുകളിൽ പെട്ടു, ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ രാഹുലിന് കഴിയുന്ന പക്ഷം ഭരണമുള്ളതും ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ കൂടുതലായി കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ സപ്പോർട്ട് കിട്ടുന്നതും രാഹുലിനൊരു പോസിറ്റീവ് വശമാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ചില മിന്നൽ നീക്കങ്ങളിലൂടെ മുഖം മിനുക്കി രാഹുൽ തിരിച്ചു വരും. അതിനുള്ള നീക്കങ്ങൾ സജീവമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പദവിയിലേക്കൊന്നും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരിച്ചു വരികയും ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മുഖമായി തന്നെ രാഹുൽ പാർട്ടി ആക്രമിക്കപ്പെടുന്നിടത്ത് പാർട്ടിയുടെ സംരക്ഷകനായി നിലകൊള്ളുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം CPM-നെ സംബന്ധിച്ച് അവർ പ്രതിപക്ഷത്തിരിക്കുന്ന കാലമാണ് ഏറ്റവും മനോഹരമായത്. സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, ലാത്തിച്ചാർജുകൾ, കേരളത്തെ ഒരു ലൈവ് ആക്കുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞ കേട്ടോ. പൊതുജനങ്ങൾക്ക് ദുരിതമായിരിക്കും. പക്ഷെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ചൂടേറിയ വാർത്തകളും വിഷ്വലുകളും ഡിബേറ്റുകളും ചർച്ചകളും ഒക്കെ CPM പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ആക്റ്റീവ് ആവുക. അവരുടെ ഏറ്റവും സമരോത്സുകമായ പവർഫുൾ ആയിട്ടുള്ള സമയം അതാണ്. ഇപ്പൊ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവും കൂടി ആയപ്പോൾ ഭയങ്കര പവറാണ് CPM. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെതിരെ വലിയ കടന്നാക്രമണങ്ങൾ ഇനിയും വരും. അപ്പൊ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു മുന്നണി പോരാളി എന്ന നിലയിൽ സൈബറിടത്തിലും പൊതുവിടങ്ങളിലും ഒരുപക്ഷെ രാഹുലിനെ, സൈബറിടങ്ങളിൽ എന്തായാലും ഇപ്പൊ രാഹുലുണ്ട്, പൊതുവിടങ്ങളിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊതുവെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു വലിയ തരംഗമാണ്. അപ്പൊ പൊതുവിടങ്ങളിൽ കൂടി കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലെങ്കിൽ പോലും ഒരു തുടക്കം, ഒരു റീസ്റ്റാർട്ട് രാഹുലിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്.